വെൽക്കം ടു ജോയ്സ് കുക്കിംഗ് സ്റ്റൈൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് വരുന്നത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഷുഗർ പേഷ്യൻസിന് കഴിക്കാം, അവർക്ക് നല്ലതാണ്. അവരുടെ ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമുള്ള റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് മൂങ് ദാളിൻ്റെ പരിപ്പാണ്, അതായത് ചെറുപയർ പരിപ്പാണ്. ഞാനൊരു 5 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ ചെറുപയർ പരിപ്പ് നമ്മൾ കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ നേരത്തേനും നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം, സോഫ്റ്റ് ആകാൻ വേണ്ടി. ഇതിപ്പോൾ വെള്ളത്തിൽ ഇട്ട് വെച്ച് ഞാൻ ഫിൽറ്റർ ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: കുറച്ച് മല്ലിയില, കൊറിയാണ്ടർ ലീഫ്, അരമുറി ലൈം ജ്യൂസ്, കുറച്ച് തേങ്ങ, ചിരണ്ടിയ തേങ്ങ. ഇത്രയും ഐറ്റംസ് നമുക്ക് മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ ആദ്യം കൊത്തമല്ലി ചപ്പ് നമ്മൾ ചെറുതായിട്ട് ഞുറുക്കണം. അതിനുശേഷം ഈ കൊത്തമല്ലി ചപ്പ് എടുത്തിട്ട് നമ്മൾ ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് മതി, ആവശ്യത്തിന്. ചിലവർക്ക് കൊത്തമല്ലി ചപ്പ് ഇഷ്ടമില്ലാത്തവർ ഇടണ്ട, ഇടുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ, കുറച്ചേറെ തേങ്ങ ഇടുന്നത് നല്ലതായിരിക്കും. കാരണം തേങ്ങയും ഈ ഡയബറ്റിക് പേഷ്യൻസിന് ബെസ്റ്റാണെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു മുറി ലൈം, ജാസ്തി ലൈം വേണ്ട, ഒരു മുറി മതി. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അധികം ഉപ്പ് ഇടണ്ട, ആവശ്യത്തിന്. നമുക്ക് ഇനി ഉപ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇപ്പോൾ നമ്മുടെ മൂങ് ദാൾ, അതായത് ചെറുപയർ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ മസാലയെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ, ഒരു പ്രാവശ്യം നമ്മൾ കാലത്തെ ഒരു നേരത്തെ ഫുഡായിട്ട് നമുക്ക് കണക്കൂട്ട് ചെയ്ത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അധികം വിശപ്പുള്ളവർക്കൊന്നും അങ്ങനെ വിശക്കുകയില്ല. നമുക്കിത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മുടെ മൂങ് ദാൾ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ടുണ്ട്. ആവശ്യത്തിന് ലൈമ്, ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഉള്ളൂ. നന്നായിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലെല്ലാവർക്കും നമുക്ക് കഴിക്കാവുന്ന ഒരു ഫുഡാണ്. കുഞ്ഞു മക്കൾക്ക് വരെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഒരു നേരം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു. ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് ഉടൻ ഞാൻ വരുന്നതായിരിക്കും.